വാദ്യക്കാരൻ വേണമെങ്കിലോ അതിന് വേണം പരീക്ഷ. വാദ്യം പ്രയോഗിക്കാൻ അറിഞ്ഞവർ നിർബന്ധമൊന്നുമില്ല, പരീക്ഷ ജയിച്ചാൽ മാത്രം മതി എന്ന് തുടങ്ങി ഏത് വിഷയമായാലും വേണ്ടില്ല. ഇന്നിപ്പോ പരീക്ഷ എടുക്കുന്നത് അങ്ങനെയാണ് യോഗ്യന്മാരെ കേമന്മാരെ നിശ്ചയിക്കുന്നത്. ഒരു കാര്യത്തിൽ പരീക്ഷ ഇല്ലാതെ ഉണ്ടായിരുന്നെങ്കിൽ അത് വിവാഹത്തിന് മാത്രമേ ഉള്ളൂ. അതിന് തുടങ്ങിയ പരീക്ഷ എങ്ങനെയാ? വിവാഹമൊക്കെ കഴിഞ്ഞതല്ലേ? വിവാഹമൊക്കെ കഴിഞ്ഞാലേ ഒന്ന് എങ്ങനെയാ വിവാഹം ഉണ്ടായി? അതൊന്നും ഓർമ്മയുണ്ടാവില്ല. കഴിഞ്ഞിട്ട് കാര്യം അറിയായില്ലേ? ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി പരീക്ഷയൊക്കെ നടത്തി അതിൽ വിജയിച്ച് അങ്ങനെയാണോ കാര്യം സംഭവിക്കേണ്ടായേ? അല്ല, അത് പറഞ്ഞു കേട്ടല്ലേ അങ്ങനെ വിവാഹത്തിന് പരീക്ഷ. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പരീക്ഷ ആവാറുണ്ട്. അതാണ് എൻ്റെ യോഗം പൊളിയിച്ചു. അതല്ലാതെ കണ്ട് വിവാഹത്തിന് പരീക്ഷ നിശ്ചയിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അത് പാഞ്ചാല മഹാരാജാവ് മാത്രമേ അങ്ങനെ നിശ്ചയിക്കുള്ളൂ. പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയായിരിക്കുന്ന പാഞ്ചാലിയുടെ വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കേണ്ടായ കാരണം എന്താ? ഒരു കാരണമില്ലാതെ പാഞ്ചാല മഹാരാജാവിനെ നിശ്ചയിക്കില്ല. പാഞ്ചാല മഹാരാജാവിന് വേറെ മാർഗമില്ലാതെ ഉണ്ടായി. തന്റെ പുത്രിയായിരിക്കുന്ന പാഞ്ചാലിയുടെ വിവാഹം നടത്താനായിട്ട് വേറെ ഒരു വഴിയില്ലാണ്ടേ. അതുകൊണ്ടാണ് വീരപരീക്ഷയായിട്ട്. എന്തായാലും കാര്യം എന്താണെങ്കിൽ പാഞ്ചാലനും ദ്രോണനും ഒരു ഗുരുവിന്റെ കീഴിലാണ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നത്. പാഞ്ചാലനും അതെ, ദ്രോണനും അതെ. ഒരു ഗുരുവിന്റെ കീഴിൽ ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് ഒരേ പ്രായത്തിലുള്ളവരാണ് രണ്ടുപേരും. അങ്ങനെ ഒരേ ഗുരുവിന്റെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാഞ്ചാലൻ ധനികനായിട്ടുള്ള ഒരു രാജകുമാരൻ, ദ്രോണനോ ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണകുമാരനും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഒരേ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാഞ്ചാലൻ ചിലപ്പോൾ ദ്രോണനോട് ചോദിക്കാറുണ്ട്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാണ്ട് ക്ഷീണം കാണാമല്ലോ. അത് മറ്റൊന്നുമല്ല, ദാരിദ്ര്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഭക്ഷണം പോലെ സാമാന്യം പോലെ കഴിക്കാണ്ടാവാറില്ല. അതുകൊണ്ടാണ്. അതാണ് ഇപ്പം അങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കണല്ലേ. മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. അതിനൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കി പോകണം. അതിനൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന്. ഇപ്പോൾ അങ്ങ് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കണത്? ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പോൾ ആ അധിരാജ്യത്തിലെ പാഞ്ചാല രാജ്യത്തിലെ രാജാവുണ്ടല്ലോ, ആ രാജാവിൻ്റെ കാലം കഴിഞ്ഞാൽ ഒരു രാജാവിന് എത്ര ആയുസുള്ളൂ എന്ന് കണ്ടുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞാൽ കാലം കഴിയാണ്ടിരിക്കില്ല.